നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യനായ ജനാബ് ഷാജഹാൻ രാജധാനി അവർകൾ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യമാണ് റിയാദ് സ്വാലിഹീൻ്റെ ഈ പ്രോഗ്രാം. 2022 കോട്ടക്കലിൽ വെച്ചും 2024 കൊയിലാണ്ടി വെച്ചും ഇങ്ങനെയൊരു ഖുർആൻ മനപ്പാഠ മത്സരത്തിൻ്റെ അതിഗംഭീരമായ കാഴ്ചകൾ കണ്ട് അതിനെ പിൻപറ്റി വീണ്ടും നമ്മുടെ തെക്കൻ കേരളത്തിൽ പോച്ചർ ചൂനാട് ഹിബാസിൽ വരാനും നമുക്കെല്ലാം അതിൽ പങ്കെടുക്കാൻ പറ്റിയത് അൽഹംദുലില്ലാ. ഈ ഒത്തുചേരലിനോടൊപ്പം ഞാൻ കുവൈറ്റിലൊന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാഷാ അല്ലാ, അവിടെ ചെന്നും ഇതിൻ്റെ ബാക്കിയുള്ള ഭാരവാഹികളെ മൊത്തത്തിൽ സംസാരിക്കാനും അവരുമായിട്ട് മീറ്റ് ചെയ്യാനും ചർച്ച ചെയ്യാനും ഒക്കെ ആ പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് അതിന് കഴിഞ്ഞു. നല്ല മനുഷ്യർ, നല്ല വ്യക്തിത്വങ്ങൾ, ദീനിനു വേണ്ടി ഒത്തുചേർന്നവർ. അവരാദ്യം ചെയ്തത് കുട്ടികളെ, നമ്മുടെ മുനീർ ഉസ്താദൊക്കെ ഇബ്രാഹിം ഉസ്താദൊക്കെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തുടങ്ങിയതാണ്. അതിൽ നിന്ന് അവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഖുർആൻ്റെ ചില വരികളും ചില ആയത്തുകളും ചില സൂറത്തുകളും ഒക്കെ പഠിക്കാനുള്ളൊരു ആഗ്രഹം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹു ദീൻ സ്വീകരിച്ചെന്ന് പറഞ്ഞപ്പം കേട്ടോണ്ട് നിന്നൊരു ചരിത്രം പറയുന്നത്, ഖത്താബിൻ്റെ കഴുത ദീൻ സ്വീകരിച്ചാലും ഖുർആൻ വായിച്ചാലും ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു ഈ ദീൻ സ്വീകരിക്കത്തില്ല. അതിന് അടിസ്ഥാനം എന്താണ്? അതിൻ്റെ സ്ഥാനം എന്താണ്? ഖുർആൻ്റെ ബലം, അതിൻ്റെ സത്ത്, ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എന്തും ഖുർആനിൽ നിന്നത് ബോധ്യപ്പെട്ടി അതിലേക്ക് ഇറങ്ങിത്തിരിച്ച മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ ആൾക്കാർ മനഃപ്പാഠമാക്കാൻ ശ്രമിച്ച ഗ്രന്ഥം, മനഃപ്പാഠമാക്കിയ ഗ്രന്ഥം, ഈ ഖുർആനെ പോലെ വേറെ ഒരു ഗ്രന്ഥങ്ങൾ, വേറൊരു സമുദായത്തിൻ്റെ ഗ്രന്ഥങ്ങളും അവരുടെ ഒരു ഗ്രന്ഥങ്ങളും ഒരാളിനും പൂർണ്ണമായി അറിയില്ല എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ റഹീം ഉസ്താദ് ഓരോ സൂറത്തിൻ്റെ ആയത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ 8, 10, 12 വയസ്സ്, 5, 7 ഒക്കെ ഉള്ള വയസ്സുകളിൽ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഓതിയിട്ട് പോകുമ്പോൾ അൽഹംദുലില്ലാ കണ്ണിനും കാതിനും അങ്ങേയറ്റം കുളിർമയാണ്. ഈ ഖുർആനെ പറ്റി വിമർശിക്കാനും അത് ലോകത്തോട് വിളിച്ചു പറയാനും വേണ്ടി ഇത് തെറ്റാണെന്ന്, ഖുർആൻ തെറ്റാണെന്ന് അടിസ്ഥാനപരമായി പറയാൻ വേണ്ടി ഖുർആൻ പഠിച്ച പല വ്യക്തിത്വങ്ങളും ഇന്ന് ഖുർആനെ നെഞ്ചോട് ചേർക്കുന്ന അവസ്ഥയിലേക്കാണ് അല്ലാഹു തആല എത്തിച്ചിരിക്കുന്നത്. ആരോഗ്യപരമായി ഇതിനെ വിമർശിക്കണമെന്ന് ആഗ്രഹിച്ചവർക്കാണ് അങ്ങനെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് ചില വ്യക്തിത്വങ്ങൾ ഇതിനകത്ത് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നേ അല്ലാതെ ആ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. നമ്മളും ഈ സമയത്ത് കണ്ടതാണ്. ലണ്ടനിൽ പോലും പോയിട്ട് ഖുർആനകത്ത് അങ്ങനുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയട്ട് അവിടെ അല്ലാഹു തആല നല്ല വ്യക്തിത്വങ്ങളെ ഇറക്കി കൊടുത്തിച്ച് പറഞ്ഞാൽ നമുക്ക് ഒന്ന് കാണിരുന്നത് ആ ഭാഗം ഒന്ന് പറയുന്നത്. ഉടനെ അയാൾക്ക് നെറ്റില്ല, നെറ്റുള്ള ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് കാണിച്ചു നട്ട് പോയാൽ മതിയെന്ന് പറയുന്നത്. അവൻ്റെ എല്ലാം വിജയം അള്ളാഹിൻ്റെ കലാമിന് ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ്. വിമർശിക്കാൻ ശ്രമിക്കും തോറും ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഒരൊറ്റ ഗ്രന്ഥം മാത്രമേ ഉള്ളൂ, അത് ഖുർആൻ മാത്രമാണ്. ഡെയിലി വായിക്കുന്ന, ഡെയിലി ഓതുന്ന, ഒരു സെക്കൻഡ് പോലും ഖുർആൻ ഓതാത്ത ഒരു മനുഷ്യരും ഉണ്ടാകത്തില്ല. ഇങ്ങനെ രാപ്പകൽ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അത് അല്ലാഹു തആല ലോകാവസാനം വരെയും ആരോഗ്യപരമായി വിമർശിക്കുന്നവരെ വിമർശനത്തിന് വേണ്ടി അവിടെ കൊടുക്കുകയും ഖുർആൻ മനസ്സിലാക്കി അവർ ദീൻ സ്വീകരിക്കുന്ന അവസ്ഥ ഭൂമിയിൽ കൂടുതലും യൂറോപ്യൻ കൺട്രിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ലോകം മൊത്തം അങ്ങനെ പടരട്ടെ.